ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർബിൾ ഹോംസിലൂടെ കാണാൻ പോകുന്നത് എറണാകുളം ജില്ലയിൽ ആലുവ മുട്ടം മെട്രോ സ്റ്റേഷൻ അടുത്തുള്ള ഒരു വീടാണ്. മുട്ടം മെട്രോ സ്റ്റേഷനിൽ നിന്നും വെറും 4.3 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. മറ്റു സ്ഥലങ്ങളിലേക്കുള്ള ദൂരം കൂടി നമുക്കൊന്ന് നോക്കിയിട്ട് വീടിന്റെ ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് കടക്കാം. ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 5 കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്ക് ഭാഗങ്ങളിലേക്ക് 10 കിലോമീറ്റർ, ഇടപ്പള്ളി ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ 11 കിലോമീറ്റർ, എയർപോർട്ടിലേക്ക് വെറും 16 കിലോമീറ്ററുമാണ് ദൂരം വരുന്നത്. നമുക്ക് ഹോസ്പിറ്റലുകൾ തൊട്ടടുത്ത് വരുന്നത് ആലുവ കാർമൽ ഹോസ്പിറ്റൽ ഉണ്ട്, മെഡിക്കൽ കോളേജ് ഉണ്ട്. എല്ലായിടത്തേക്കും ഏകദേശം 2-3 കിലോമീറ്റർ ഒക്കെ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. നല്ലൊരു 4 ബെഡ്റൂമിന്റെ വീടാണ്. കുറഞ്ഞ ബഡ്ജറ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. കുറഞ്ഞ ബഡ്ജറ്റ് നിങ്ങൾ പലരും കമന്റ് ഇടുമെങ്കിൽ പോലും 4 ബെഡ്റൂമിന്റെ ഒരു വീട് ബസ് റൂട്ടിന് വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നതായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. 4.1 ആണ് ലാൻഡ് അളവ് വരുന്നത്. 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളും 4 ബാത്റൂമുകളും കൂടാതെ കോമൺ ആയിട്ടൊരു ബാത്റൂം കൂടി നമുക്ക് ഈ ഒരു വീട്ടിൽ കിട്ടുന്നുണ്ട്. നല്ലൊരു റേറ്റിൽ വീട് സ്വന്തമാക്കാം. ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. വീടിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് കംപ്ലീറ്റ് ആയിട്ട് ഇന്റർലോക്കിംഗ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. നമുക്ക് തൊട്ട് ഓപ്പോസിറ്റും സൈഡിലും ഒക്കെ ആയിട്ട് നിറയെ വീടുകളാണ്. എല്ലായിടത്തും ആളുകൾ താമസമായതാണ്. വീടിന്റെ മതിൽ നോക്കുവാണെങ്കിൽ ഭംഗിയുള്ള ഡിസൈനാണ്. വൈറ്റ് കളറും ഗ്രേ കോമ്പിനേഷനിലുമാണ് GA പൈപ്പിന്റെ വർക്കുകളൊക്കെ കൊടുത്ത് നല്ല ഡിസൈനോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഗേറ്റ് മതിലിന്റെ മെയിൻ 2 പില്ലറുകളിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഭംഗിയായിട്ട് ഷോലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഗേറ്റ് നോക്കുവാണെങ്കിൽ സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് മെത്തേഡിലാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ എലവേഷൻ നിങ്ങൾ കണ്ടു. ക്ലാഡിംഗ് സ്റ്റോൺസും ടെക്സ്റ്റർ വർക്കൊക്കെ ചെയ്ത് മനോഹരമായിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്ട്രെയിറ്റ് നമ്മൾ ഗേറ്റ് തുറന്ന് നേരെ ചെല്ലുന്നത് കാർപോർച്ചിലേക്കാണ്. കാർപോർച്ചിന്റെ ഫ്ലോറുകളൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ടൈലുകളൊക്കെ വിരിച്ച് ഭംഗിയായിട്ടാണ് അവിടെ ഗ്രാസ് എല്ലാം തന്നെ പിടിപ്പിച്ചിരിക്കുന്നത്. നേരെ നോക്കുമ്പോൾ നമുക്ക് കവേർഡ് ആയിട്ടുള്ളൊരു പോർച്ചാണ് കാണാൻ പറ്റുന്നത്. അവിടെ നമുക്ക് ഒന്നാമത്തെ കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് കിട്ടുന്നത്. വീടിനകത്തേക്ക് കയറിയിട്ട് നേരെ റൈറ്റ് സൈഡ് നോക്കുവാണെങ്കിൽ ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് രണ്ടാമത്തെ കാറിനുള്ള പാർക്കിംഗ് സ്പേസും കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് കിണർ കാണാം. കിണറിന്റെ സ്ഥാനം നോക്കുവാണെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്താണ്. അതിന് തൊട്ടടുത്തായിട്ട് KWയുടെ വാട്ടർ കണക്ഷന്റെ മീറ്ററും ഉണ്ട്. സോ നമുക്ക് ഇവിടെ 2 ടൈപ്പ് ഓഫ് വാട്ടറുകളാണ് ഡ്രിങ്കിങ് പർപ്പസിന് കിട്ടുന്നത്. വീടിന്റെ റൈറ്റ് സൈഡിലേക്കൊക്കെ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ടൈലാണ് ഇവിടെയൊക്കെ ഒട്ടിച്ചിരിക്കുന്നത്. അത് നല്ല വീതിയുള്ള സ്ഥലം തന്നെയാണ്. അവിടെയായിട്ട് നിങ്ങൾക്കൊരു കേജ് കാണാം. ഗ്യാസ് സിലിണ്ടേഴ്സ് ഒക്കെ വെക്കാനായിട്ട് നമുക്കത് യൂസ് ചെയ്യാം. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോയി എൻഡ് ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് വർക്ക് ഏരിയയുടെ സ്പേസ് ആണ്. വർക്ക് ഏരിയയുടെ ഡോർ ആണ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കിനി വീടിന്റെ നേരെ ലെഫ്റ്റ് സൈഡിലൂടെ കടന്നു പോകാം. കാർ പോർഷന്റെ സൈഡിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയും നല്ല വൈഡായിട്ടും നല്ല സെറ്റ് ബാക്ക് കൊടുത്തിട്ടുമാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെ എത്തുമ്പോൾ ഇവിടെയായിട്ട് നമുക്കൊരു കോമൺ ബാത്റൂം കിട്ടുന്നുണ്ട്. സാധാരണ വീടുകളിലൊന്നും കാണാത്തൊരു ഫെസിലിറ്റിയാണ്. നമുക്ക് അകത്തുള്ള 4 ബാത്റൂമുകൾ കൂടാതെ തന്നെ ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് ഫെസിലിറ്റി കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഗസ്റ്റിനോ ഡ്രൈവേഴ്സിനോ സെർവൻസിനോ ഒക്കെ യൂസ് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വഴിയാണ്. വീടിന്റെ നേരെ ബാക്കിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് വർക്ക് ഏരിയയുടെ ഓപ്പോസിറ്റ് സൈഡ് വരുന്നത്. ഇവിടെയായിട്ടാണ് വീടിന്റെ സിറ്റ് ഔട്ട് വരുന്നത്. റെഡ് കളറിലുള്ള നമുക്കൊരു ഗ്രാനൈറ്റ് ആണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. ഏകദേശം 4 ചെയറുകൾ വരെ പ്ലേസ് ചെയ്യാനുള്ള നല്ലൊരു സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. സിറ്റ് ഔട്ടിന്റെ നേരെ മുകളിൽ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് സ്ക്വയർ ഷേപ്പിൽ LED സ്ട്രിപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ മെയിൻ ഡോർ ഈ കാണുന്നതാണ്. മരങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ മഹാഗണിയിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് 2 പീസിൽ തുറക്കാവുന്ന രീതിയിൽ ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ്, കിഴക്കോട്ട് ദർശനമായിട്ടാണ് വീടിന്റെ മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്. 16 അടി നീളവും 9 അടി വീതിയുമുള്ള വലിയൊരു ലിവിംഗ് സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. നമ്മൾ ഡോർ തുറന്ന് നേരെ വരുമ്പോൾ മെയിൻ ഡോറിനടുത്ത് ഈ ഭാഗത്തായിട്ട് വിൻഡോസും ഇവിടെ ബാക്കിയുള്ള വിൻഡോസും ആണ്. ഇവിടെ പ്രത്യേക പ്രൊജക്ഷൻ വരുന്ന ഭാഗങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ നല്ല രീതിയിൽ ലാമിനേഷനോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫ്ലോർ ടൈലുകൾ നോക്കുവാണെങ്കിൽ വൈറ്റ് കളറിൽ ചെറിയൊരു ഡിസൈൻ വരുന്ന ടൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്ട്രേറ്റ് നോക്കുമ്പോൾ TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് വരുന്നുണ്ട്. വൈറ്റ് ആൻഡ് വുഡൻ കോമ്പിനേഷനിലാണ് കൊടുത്തിരിക്കുന്നത്. ബാക്ക് സൈഡ് PVC പാനലിംഗ് ആണ്. താഴെയൊക്കെ നോക്കുവാണെങ്കിൽ കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്.
TV യൂണിറ്റ് കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ എൻട്രൻസ് തന്നെ നമുക്ക് നേരെ ഡൈനിങ് സ്പേസിലേക്കാണ് പോകാനുള്ളത്. നമുക്കിവിടെ താഴെ ഒരു ബെഡ്റൂം കിട്ടുന്നുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അത് നമുക്കൊന്ന് ആദ്യം കണ്ടു നോക്കാം. ബെഡ്റൂമിന്റെ ഡോറുകളുടെ ഒക്കെ പാറ്റേൺ നോക്കുവാണെങ്കിൽ ഈ ഒരു മോഡലിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 10.5 അടി നീളവും 10 അടി വീതിയിലുമാണ് ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. നേരെ നോക്കുമ്പോൾ വിൻഡോസ് വരുന്നുണ്ട്, ലെഫ്റ്റ് സൈഡിലായിട്ട് ബാക്കിയുള്ള വിൻഡോസും. വാർഡ്രോബുകൾ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. മിഡിലായിട്ട് നമുക്കൊരു മിറർ ഫെസിലിറ്റി കൂടി കിട്ടുന്നുണ്ട്. റൂമുകളിലെല്ലാം തന്നെ എയർ ഹോൾസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഒരു ലൈറ്റ് യെല്ലോ ആൻഡ് ബ്ലൂ കളർ കോമ്പിനേഷനിലാണ് ടൈലുകൾ വരുന്നത്. വേണമെങ്കിൽ നമുക്ക് ഇവിടെ വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി കൂടി ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടുത്തെ കേബിൾ സ്വിച്ചസ് ഒക്കെ നോക്കുവാണെങ്കിൽ വി ഗാർഡിലാണ് ചെയ്തിരിക്കുന്നത്. സാനിറ്ററി ഐറ്റംസ് ഒക്കെ നോക്കുവാണെങ്കിൽ സെറയിലുമാണ് വരുന്നത്. നമ്മളിപ്പോൾ TV യൂണിറ്റിന്റെ ഭാഗത്തു നിന്ന് നേരെ കടന്നു വരുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. എൻട്രൻസ് തന്നെ വളരെ ഭംഗിയാണ്. മുകളിൽ നല്ല കളർ ലൈറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. ഇവിടേക്ക് ഒരുപാട് ഓപ്പൺ ഷെൽഫുകളും കിട്ടുന്നുണ്ട്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നത്. ഭംഗിയായിട്ട് ഹാൻഡ് റെയിൽസ് കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഡൈനിങ് സ്പേസ് കിട്ടുന്നത്. 9.5 അടി നീളവും 8 അടി വീതിയുമാണ് ഡൈനിങ് സ്പേസിന് കൊടുത്തിരിക്കുന്നത്. ആ ഭാഗത്തായിട്ട് 3 വിൻഡോസ് വരുന്നുണ്ട്. റൂഫിലേക്ക് നോക്കുവാണെങ്കിൽ എയർ ഹോൾ ഫെസിലിറ്റി വരുന്നുണ്ട്. ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. വാഷ് ഏരിയ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ബാക്ക്ഗ്രൗണ്ട് നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ക്ലാഡിംഗ് ടൈലുകളാണ് കൊടുത്തിരിക്കുന്നത്. ജെറയുടെയാണ് വാഷ് ബേസിൽ വരുന്നത്. അതിരിക്കുന്നത് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ്. താഴെയൊക്കെ നോക്കിയാലും കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇൻവെർട്ടർ ഫെസിലിറ്റി നമുക്ക് അവിടെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. വാഷ് ഏരിയയുടെ ഇവിടെയായിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 11 അടി നീളവും 10 അടി വീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. സ്ട്രെയിറ്റ് വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടുത്തെ വാർഡ്രോബുകൾ കാണാൻ പറ്റുന്നുണ്ട്. വിൻഡോസ് വരുന്നത് രണ്ട് സൈഡിലായിട്ടാണ്. റൂഫിൽ എയർ ഹോൾ ഫെസിലിറ്റി ധാരാളം നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഒരു ഓഫ് വൈറ്റ് ആൻഡ് ബ്ലൂ കളർ കോമ്പിനേഷൻ ആണ് ടൈലുകൾക്കൊക്കെ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ കിച്ചൺ ആണ് കാണേണ്ടത്. നോർത്ത് വെസ്റ്റ് ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത്. ഓപ്പൺ കിച്ചൺ ആണ്. എൻട്രൻസ് നല്ല ഭംഗിയായിട്ട് വുഡനായിട്ടൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. കിച്ചണിലേക്ക് വരുമ്പോൾ ടൈലുകൾക്ക് കുറച്ച് ചേഞ്ച് വരുന്നുണ്ട്. കിച്ചണിന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡിലുള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പ് പോർഷൻ നോക്കുവാണെങ്കിൽ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. 3 വിൻഡോസ് അവിടെ കിട്ടുന്നുണ്ട്. സിങ്കും പൈപ്പ് കണക്ഷൻ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. മുകളിലും താഴെയും ആവശ്യത്തിന് കബോർഡുകൾ കിട്ടുന്നുണ്ട്. സ്ട്രെയിറ്റ് 3 വിൻഡോസും ലെഫ്റ്റിലായിട്ട് വേറെ 2 വിൻഡോസും കൂടെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഡോർ തുറന്നാൽ നമ്മൾ നേരെ ഇറങ്ങുന്നത് ഇവിടുത്തെ വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. വർക്ക് ഏരിയയുടെ രണ്ട് സൈഡിൽ നമുക്ക് ഡോറൊക്കെ വെച്ച് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് റൂഫും സൈഡും എല്ലാം തന്നെ സേഫ് ആയിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഗ്രാനൈറ്റിന്റെ ഒരു കൗണ്ടർ ടോപ്പ് കിട്ടുന്നുണ്ട്. ഇവിടെയൊക്കെ നോക്കിയാലും സിങ്കും പൈപ്പ് കണക്ഷനുമാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നേരെ ഫസ്റ്റ് ഫ്ലോറിലാണ് വന്ന് നിൽക്കുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ കടന്നു വന്നത്. ആ ഭാഗത്ത് നല്ല രീതിയിൽ നമുക്ക് വെളിച്ചം കിട്ടാനായിട്ട് പെർഗോള മോഡലിലാണ് ഗ്ലാസ് ഇട്ടിരിക്കുന്നത്. മുകളിൽ എയർ ഹോൾസ് വരുന്നുണ്ട്. കയറി വരുന്ന റൂഫ് നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടുള്ള 3 ഹാങ്ങിങ് ലൈറ്റ്സ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ വന്ന് നിൽക്കുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലാണ്. നമുക്ക് ഇവിടെ 3 വിൻഡോസ് വരുന്നുണ്ട്. മുകളിൽ എയർ ഹോൾസ് വരുന്നുണ്ട്. റൂഫിൽ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് എവിടെ വേണമെങ്കിലും TV യൂണിറ്റ് അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഭാഗത്ത് നിൽക്കുന്ന സമയത്ത് നമുക്ക് അപ്പർ ലിവിംഗ് സ്പേസിൽ നിൽക്കുമ്പോൾ ഇവിടെ നിന്നുള്ള ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ ഇറങ്ങുന്നത് ഇവിടുത്തെ യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ്. വളരെ വലിയൊരു യൂട്ടിലിറ്റി സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ടൈലാണ് ഫ്ലോറിൽ വിരിച്ചിരിക്കുന്നത്. റൂഫും സൈഡുകളും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണമെങ്കിൽ ചെറിയൊരു ഓപ്പണിംഗും കൊടുത്തിട്ടുണ്ട്. ഈ ഓപ്പണിംഗ് വഴി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ താഴേക്ക് ആ സൺഷെയ്ഡിന്റെ ഭാഗത്തേക്കൊക്കെ ഇറങ്ങാവുന്നതാണ്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ ഒക്കെ വെക്കാനായിട്ട് നമുക്ക് ഈ ഏരിയയാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ 2 ബെഡ്റൂമുകൾ കാണാനുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് 2 ബെഡ്റൂമുകൾ ചെയ്തിരിക്കുന്നത്. ടോട്ടലി നോക്കുവാണെങ്കിൽ നമ്മളിപ്പോൾ മൂന്നാമത്തെ ബെഡ്റൂം ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. 14 അടി നീളവും 11 അടി വീതിയുമാണ് ബെഡ്റൂം സൈസ് വരുന്നത്. വലിയൊരു ബെഡ്റൂം തന്നെയാണ്. രണ്ട് സൈഡിലായിട്ടാണ് വിൻഡോസ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബുകൾ നല്ല ബ്ലാക്ക് കളറിൽ ഡിസൈൻ വരുന്ന മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിനെ കൂടി ഡ്രസ്സിംഗ് ടേബിൾ കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. റൂഫ് സിമ്പിൾ ആയിട്ടാണ്. എയർ ഹോൾ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബാത്റൂമിനകത്ത് നോക്കുവാണെങ്കിൽ ടൈലുകൾ വൈറ്റ് ആൻഡ് ബ്ലൂ കളർ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്.
ഈ ഒരു ബെഡ്റൂം തുറന്നാൽ നമ്മൾ നേരെ ഇറങ്ങുന്നത് ഇവിടുത്തെ ബാൽക്കണി സ്പേസിലേക്കാണ്. നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു ബാൽക്കണിയാണ്. വീടിന്റെ ഫ്രണ്ട് വ്യൂ ആണ് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ഫൈനൽ ആൻഡ് ഫോർത്ത് ബെഡ്റൂം ആണ് കാണാനുള്ളത്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 11 അടി നീളവും 10 അടി വീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ സ്ട്രെയിറ്റ് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെയായിട്ട് വാർഡ്രോബുകൾ കിട്ടുന്നുണ്ട്. അതിന്റെ മിഡിലായിട്ട് നമുക്ക് നോക്കുവാണെങ്കിൽ ഒരു മിറർ ഫെസിലിറ്റി കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വിൻഡോസ് നോക്കുവാണെങ്കിൽ രണ്ട് സൈഡിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എയർ ഹോൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് നാലാമത്തെ ബെഡ്റൂമും ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് ആൻഡ് ഗ്രേ കോമ്പിനേഷനാണ് ടൈലുകൾക്ക് വരുന്നത്. ഇവിടെയും നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കിട്ടുന്ന രീതിയിലാണ് ഫിറ്റിംഗ്സ് വരുന്നത്. ഇന്ന് മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തിയ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ആലുവ മുട്ടം മെട്രോ സ്റ്റേഷന് വളരെ അടുത്തായിട്ടാണ്. വെറും 4.3 കിലോമീറ്റർ മാത്രമാണ് ഇവിടെ നിന്ന് ആലുവ മുട്ടം മെട്രോ സ്റ്റേഷനിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. റെയിൽവേ സ്റ്റേഷൻ 5 കിലോമീറ്ററുമാണ്. കാക്കനാട്, ഇടപ്പള്ളി എല്ലായിടത്തേക്കും ഈസി ആയിട്ടാണ് ഈ വീട്ടിൽ നിന്ന് ആക്സസ് ഉള്ളത്. ബസ് റൂട്ടിന് വളരെ അടുത്താണ്. വെറും വോക്കബിൾ ഡിസ്റ്റൻസ് മാത്രമാണ് നമുക്ക് ഈ ഒരു വീട്ടിലേക്കുള്ളത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. 4.1 ആണ് ലാൻഡ് അളവ് വരുന്നത്. 2000 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമുകൾ കൂടാതെ നമുക്ക് ഒരു കോമൺ ബാത്റൂം കൂടി ഈ ഒരു വീട്ടിൽ കിട്ടുന്നുണ്ട്. കിണർ വെള്ളമുണ്ട്, പൈപ്പ് വെള്ളമുണ്ട്. എല്ലാ സൗകര്യങ്ങളുമുള്ള ഈ ഒരു വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 74 ലക്ഷം രൂപയാണ്. 74 ലാക്സ് എന്നുള്ള ഇതിന്റെ പ്രൈസ് മാർബിൾ ഹോംസ് വഴി വാങ്ങിക്കുമ്പോൾ ഞങ്ങൾ ചെറുതായിട്ടേക്ക് നെഗോഷ്യബിൾ ആക്കി വാങ്ങിച്ചു തരാനായിട്ട് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുന്നതാണ്. റോഡിനടുത്ത് ആലുവ മുട്ടം മെട്രോ സ്റ്റേഷനൊക്കെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു വീടിന് ആവശ്യക്കാരേറെയാണ്. അതുകൊണ്ട് തന്നെ ഒട്ടും വൈകണ്ട, നിങ്ങൾക്ക് ഇതിന് ലോൺ ഫെസിലിറ്റി ലഭ്യമാണ്. അത് മാർബിൾ ഹോംസ് അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതുപോലെ മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.